ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളുടെയും വേസ്റ്റുകൾ കൂട്ടിവെച്ച് അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അത് വെറുതെ കളയാതെ നമ്മൾ ഒരു ചാക്കിലോ അല്ലെങ്കിൽ ബക്കറ്റുകളിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് കുഴിച്ചിട്ടിട്ട് നമ്മൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് അതിൽ എന്തെങ്കിലും കുഴിച്ചിടുക. അതല്ല എങ്കിൽ നമ്മളത് കുറേ ദിവസം അതങ്ങനെ വെച്ചിട്ട് അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വളമായിട്ടത് ഉപയോഗിക്കാം. ചെടികൾക്കും എല്ലാ പച്ചക്കറികൾക്കും നമ്മൾ വീട്ടിലുള്ള ഗാർഡനിലും എല്ലാം നമുക്കത് ഉപയോഗിക്കാം. ആ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ മുറ്റം തൂത്തുവാരുന്ന എല്ലാ ദ്രവിച്ചു പോകുന്ന എല്ലാ പച്ച ഇലകളും ഉണക്ക ഇലകളും പച്ച ഇലകളും എല്ലാ സംഭവങ്ങളും നമുക്കിതിൽ ഇട്ടിട്ട് വേസ്റ്റ് കമ്പോസ്റ്റാക്കി മാറ്റാൻ കഴിയുന്ന ഒരു നല്ലൊരു കാര്യമാണിത്. വീടിൻ്റെ പരിസരം വൃത്തിയാകുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല ഒരു ഗാർഡനും തയ്യാറാക്കിയെടുക്കാം. പച്ചക്കറികൾ കൃഷി ചെയ്യാം. ഇതിനൊക്കെ കഴിയുന്ന നല്ലൊരു കാര്യമാണിത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 5 പൈസ പോലും ഇതിന് ചിലവില്ല. അതോടൊപ്പം തന്നെ നമ്മളുടെ വീടും പരിസരവും വൃത്തിയാകുകയും ചെയ്യും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മണ്ണ് ചാക്കിൽ എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മേലെ നമ്മൾ ആ വേസ്റ്റൊക്കെ ഇട്ട് കുറേശ്ശെ മണ്ണ് ഇടയിലിട്ട് മൂടി കൊടുക്കുക. ലാസ്റ്റ് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്കിതിൽ എന്തെങ്കിലും കുഴിച്ചിടാം. മുളകും തയ്യോ തക്കാളി തയ്യോ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ കുഴിച്ചിടാം. അതല്ല എങ്കിൽ 2 മാസത്തിന് ശേഷം നമുക്ക് ഇത് എടുത്ത് നമ്മുടെ ഗാർഡനിലെ ചെടികൾക്ക് മണ്ണിൽ ഇത് മിക്സ് ചെയ്ത് നമുക്ക് അതിൽ ചെടി നടാം. നന്നായി ചെടി ഉണ്ടാകും. ഇതാണ് നമ്മൾ വേസ്റ്റ്, കിച്ചണിലെ വേസ്റ്റ്. ഇതിന് ഈ രീതിയിൽ നമ്മൾ ഇതിലിട്ട് കൊടുക്കും. ഇനി അതിന് മേലെ കുറച്ച് ഉണക്കയില ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ചീമക്കൊന്നയുടെ ഇലയാണ്. ഇത് നല്ലതാണ്, നന്നായി വളമായി കിട്ടാൻ സഹായിക്കും. ഇനി കുറച്ച് കൂടി വേസ്റ്റ് ഉണ്ട്. അധികം മണ്ണും ഇതിന് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ മണ്ണൊക്കെ കിട്ടാൻ പ്രയാസമുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു സംഭവമാണ്. ഇനി ഇതിന് മേലെ നമുക്ക് ഇത് വേഗം ദ്രവിക്കാനായിട്ട് കുറച്ച് പഴങ്കഞ്ഞി വെള്ളം ഞാനിവിടെ എടുത്തു വെച്ചതാണ്. അത് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മണ്ണ്. ഇതേ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതേപോലെ ഞാൻ തയ്യാറാക്കി എടുത്ത ചാക്കുകളിലാണ് കവറുകളിലുമൊക്കെയാണ് ഞാൻ ഇവിടെ ഓരോ തൈകളും കുഴിച്ചിടാറുള്ളത്. ഇത് എൻ്റെ കുറ്റിമുല്ലയാണ്, കണ്ടില്ലേ? ഇത് ഇതേപോലെ കവറിൽ ഞാൻ ചെറിയ ബ്ലാക്ക് കവറിൽ ഞാൻ ഇതുപോലെ കുഴിച്ചിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം കുഴിച്ചിട്ടതാണ് ഈ കുറ്റിമുല്ല. അപ്പോൾ ഇതിൽ പൂവൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യുക. നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുകയും ചെയ്യും. ഓക്കെ, ബൈ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.